ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും അപ്പാർട്ട്മെന്റ്. നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പം നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടി റോഡിന് നടുവ് കിടന്ന് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഒരു തന്തയില്ലാത്തവള്, ഒരു അലവിലാതി പെണ്ണ് എനിക്കെതിരെ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അവളുടെ പേരോ ഊരോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അവളെ അറിയാം. കാരണം അവളുടെ പോസ്റ്റ് ഷെയർ ചെയ്തു തന്ന ഒരു 99% ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്ന. അത്രയ്ക്ക് മെസ്സേജ്, അത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും അത്രയ്ക്ക് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ പോലും തന്നിട്ടില്ല. അതിലെ നിന്നെ പറ്റിയിട്ട് ഈ പറയുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ട് പറ, ഇതുപോലത്തെ അപരാധി മക്കളെ. പിന്നെ അവളുടെ ചരിത്രം എന്നെ കൊണ്ട് എടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. സ്കൂൾ ജീവിതവും അതിനുശേഷമുള്ള ജീവിതമൊക്കെ പറ്റിയിട്ട് പലരും വന്ന് എന്നോട് പലതും പറയുന്നുണ്ട്. ഞാനായിട്ട് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നാറ് നൊത്തം കൂട്ടും. എനിക്കതിന് താല്പര്യമില്ല, ഞാനത് ചെയ്യുന്നില്ല. നിലവിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, കേട്ടല്ല. അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരു അപരാധി പെണ്ണ് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. മേടി പൊളിയാണ്. ഇവൾക്കുള്ള മറുപടി എൻ്റെ വാ കൊണ്ട് തന്നെ നാട്ടുകാർക്ക് കേൾക്കണമെന്ന് ഒരേ നിർബന്ധം. ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ട കാര്യമായിരുന്നു. വേണ്ട, ആൾ എന്തെങ്കിലും തേങ്ങയിലും പറഞ്ഞ് കൂട്ടെന്ന് വെച്ചു. പക്ഷേ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ വാ കൊണ്ട് കേൾക്കണം, അവർക്കുള്ള നല്ല മറുപടി അതിൽ കൊടുക്കണമെന്ന് പറഞ്ഞും കൊണ്ട് ഇത്രയും ഇങ്ങനെ വരുമ്പോൾ പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഓഡിയൻസിനോട് എനിക്കൊരു റെസ്പെക്ട് ഇല്ലാത്ത പോലെ ആയിപ്പോൾ. എൻ്റെ ഓഡിയൻസ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ നിലപാടുകളും എൻ്റെ അഭിപ്രായങ്ങളും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ആ സ്ഥിതിക്ക് അവരൊരു ആഗ്രഹം വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ. പ്രത്യേകിച്ച് എൻ്റെ വാ കൊണ്ട് ഈ അപരാധി മോക്ക് 2 കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥിതിക്ക് 2 വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിപ്പോൾ. എന്തായാലും നമുക്ക് തുടങ്ങാം. ആ പുണ്ടാമോൾ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഞാനൊന്നും കൊടുക്കാം. കുറെ പേര് പറയാറുണ്ട് അതിലെ ലാംഗ്വേജ് കുറച്ച് മാന്യതയോടെ കീപ്പ് ചെയ്യണം, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ഇതുപോലത്തെ അപരാധി തറ മക്കൾക്ക് തറ രീതി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ വന്നിരുന്ന് വെള്ള പൊഷിയിട്ട് ഞങ്ങളിതാ പറയുന്നത് ഇന്നതാണ് സംഭവം, ഈ സെറ്റപ്പിൽ സംസാരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കും. അതായത് എന്നോട് മാന്യമായിട്ട് ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുന്നവർക്ക് മാന്യമായിട്ട് ഡീസൻ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് മറുപടി കൊടുക്കാം. എന്നോട് ഇങ്ങോട്ട് കൊണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ എന്ന് ഞാൻ പറയും. എന്നോട് തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചും തെറി വിളിക്കും. ഇത് തന്നെയാണ് എൻ്റെ ഒരു ട്രാക്ക്. അല്ലാണ്ട് ഇവിടെ വെള്ളപൂശി വന്നിരുന്നിട്ട് വലിയ നന്മമരം കളിച്ചിട്ട് പോകാനൊന്നുമില്ല. ഞാൻ ഈ 100% നന്മമരോ അല്ലെങ്കിൽ നല്ലവനോ ഒന്നും കിടയാതെ. എനിക്ക് എൻ്റെതായ ഫോൾട്ടുകൾ, എൻ്റെതായ മിസ്റ്റേക്കുകൾ, എൻ്റെതായ രീതികളിലുള്ള തെറ്റുകളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തന്തയില്ലായ്മ ഞാൻ കാണിക്കത്തില്ല. അത് മാത്രമേ എനിക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അത് എല്ലാവരോടും ചേർത്ത് തന്നെയാണ് പറയുന്നത്. പല അപരാധി മക്കളും എനിക്കെതിരെ അവിടെ എവിടെയും പോയി കമന്റ് ഇടുന്നുണ്ട്, പല പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എല്ലാത്തിനും എടുത്തു വെച്ചിട്ട് ഒരു അരിവേന്ന് എനിക്ക് തീർത്ത് തരാൻ പറ്റത്തില്ല, സമയമില്ല, കുറച്ച് ബിസിയാണ്. എന്തായാലും ഈ മോൾക്കുള്ള റിപ്ലൈ ഞാനിപ്പോൾ തരാം. എടി പുന്നാര മോളെ, നീ മറ്റേ നിക്കറിപ്പെടുത്തണം സമയത്ത് നമ്മൾ കളം വിട്ടതാണ്, മനസ്സിലായ? അതുകൊണ്ട് നിന്റെ കൊണച്ച ഇതും കൊണ്ട് എൻ്റെ അടുത്ത് ചിരക്കാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പുന്നാല മോളെ വലിച്ചു കെറിഞ്ഞാൽ 4 വാരി 4 വാരിയൊക്കെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് പോകും. എൻ്റെ സ്വാദം നിനക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നീ മറ്റേ കൊണന്ന് ഉണ്ടാക്കുന്നത് അവിടെ രേണാസുനെ എടുത്ത് ഒന്ന് ഉണ്ടാക്കിയാൽ മതി. അവിടെ കിടന്ന് ഇരട്ടതാപ്പ് അടിച്ച് അവളുടെ ബാവടവളയും പിടിച്ച് കിടന്ന് നക്കിക്കൊണ്ട് നടന്നാൽ മതി. എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരണ്ട. നീ ഒരു പോസ്റ്റ് ഇട്ടെന്ന് വെച്ചാൽ നീ എന്ത് വിചാരിച്ചു? നാട്ടുകാർ മൊത്തം എന്നെ തെറി വിളിക്കുന്നു. കമന്റ് ബോക്സ് എടുത്ത് ചെക്ക് ചെയ്യടി. നിന്നെ പോലെ ഉള്ളവളുമാര് അപരാധിച്ച് നടക്കുന്ന അപരാധങ്ങളെയൊക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് വലിച്ചു കീറി ഒട്ടിക്കും. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ വന്നിട്ട് തന്തയില്ലായ്മകൾ കാണിച്ച് പല കാട്ടപരാധങ്ങളും കാണിച്ച് ഇവിടെ തോന്നിവാസങ്ങളും കാണിച്ച് നടക്കുന്ന എല്ലാത്തിനും ആൺ പെൺ വ്യത്യാസമില്ലാതെ വലിച്ചു കീറി ഒട്ടിക്കുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ അങ്ങോട്ട് നിന്നെ പോലുള്ള കിടന്ന് കുരച്ചങ്ങോട്ട് തുപ്പി കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇതിന്റെ കമന്റ് ബോക്സ്. ഈ നായിന്റെ മോൾ ഇട്ടിട്ടുള്ള ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് അത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. എനിക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് പല കാട്ടപരാധി മക്കളും ഇന്നിങ്ങനെ കിടക്കുന്നത്, ഇതുപോലെ അപരാധിച്ച് നടക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ പറ്റാത്തതെന്ന് പറയുമ്പോൾ അതെന്റെ വിജയമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെയാണ് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്നത് ഞാൻ ജയിച്ചത്. ഞാനിവിടെ നന്മമരം കളിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയും. അത് ആര് എന്ത് ചെയ്താൽ, നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും. അപ്പൊ നമുക്ക് നേരെ പോസ്റ്റിൽ പോകാം, വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ തുടങ്ങാം. അതുൽ വ്ളോഗ്സ്, ഈ പോസ്റ്റ് മാക്സിമം ഷെയർ ആൻഡ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിനക്ക് അണ്ണാക്കി തരാം, സപ്പോർട്ടല്ലേ. സോഷ്യൽ മീഡിയയിലെ അലവലാതി നിന്റെ തന്തയുടെ തന്തയാണ് സോഷ്യൽ മീഡിയയിലെ അലവലാതി. ഇനി നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കെട്ടിയവനെയും പിടിച്ചിരുത്തുക, മനസ്സിലായ? ഇതൊക്കെയാണ് അലവലാതി. ഇനി വേറെ എന്തെങ്കിലും വിളിക്കാറുണ്ടെങ്കിൽ അത് നിന്റെ തന്തയെ നിന്റെ തള്ളയും പോയി വിളിക്കുക, മനസ്സിലായ? കൂടുതലൊന്നും എനിക്ക് ഇനി വിവരിച്ചു തരാനായിട്ടില്ല. ഇത് പെണ്ണിനെ പച്ചയ്ക്ക്
വിളിക്കുന്ന ഈ ഡാഷ് മോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? അതിനേക്കാളും നിന്റെ തന്തയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തന്തയുടെയും നിന്റെ തള്ളയുടെയും നിന്റെ കെട്ടിയവന്റെ നിന്റെ വേറെ ആരുടെയൊക്കെ കൊണ്ടെങ്കിൽ അവന്റെയൊക്കെ ഫോട്ടോകൾ എടുത്തു വെച്ചിട്ട് നീ അങ്ങോട്ട് ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പൊ നിന്റെ തന്തയെ കുറിച്ചുള്ള അഭിപ്രായം നാട്ടുകാർ അങ്ങോട്ട് പറഞ്ഞു തരും. നിന്റെ തന്ത എങ്ങനെയുള്ളവനാണെന്ന്. ചൊറിയല്ല മോളെ, നിന്നെക്കാളും തറയാണ് ഞാൻ. അത് നീ മറക്കണ്ട. ഓക്കെ, പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാൻ സ്കിപ്പ് അടിക്കുക. ഞാൻ ഡിസ്ക്ലൈമർ ആദ്യം പറയാൻ പറഞ്ഞു. ഓക്കെ, സോറി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? പബ്ലിക്കായി പറഞ്ഞില്ലെങ്കിലും ഇൻബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പബ്ലിക്കായിട്ട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന്. അവിടെ എന്ത് നിന്റെ തന്ത ഇരിക്കണം ഇൻബോക്സിൽ? നിന്റെ തന്ത ഇരിക്കണം ഇതല്ല ചെക്ക് ചെയ്യാനായിട്ട്. ഇൻബോക്സിൽ വന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇനി എന്നെ കുറിച്ചിട്ടുള്ള വല്ല അപരാധ കഥയാണെങ്കിൽ അതെടുത്ത് പുറത്തടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുന്നാര മോള് കാത്തിരിക്കുന്നത്. മനസ്സിലായ? എന്നെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവോ എന്തെങ്കിലും, ഞാൻ ഇങ്ങനെയുള്ള ഒരു അപരാധിയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു നാറിയാണ്, എൻ്റെ ക്യാരക്ടർ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇവളുമാരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവളുമാർക്ക് എടുത്തു വെച്ച് എന്നെ എക്സ്പോസ് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ എടുത്ത് പുറത്ത് വിടാടി. എന്തായാലും നിന്നെയൊക്കെ പോലെ അപരാധി ചെയ്യാൻ നടന്നിട്ടില്ല. മനസ്സിലായ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ നല്ലവനൊന്നുമല്ല, പക്ഷെ തന്തയില്ലായ്മ കാണിക്കത്തില്ലെന്ന്. ഓക്കെ, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അറിയാനായിട്ട് നിനക്ക് എന്നെ കാണുമ്പോൾ കടിക്കണേ? അറിയാനുള്ള ആഗ്രഹം എടീ. ഡീസന്റ് കീപ്പ് ചെയ്യുക അതുലെന്ന് പറയുന്നവരെടുത്താണ് എനിക്ക് പറയാനുള്ള. സോറി, എനിക്ക് ഈ കാട്ടപരാധങ്ങൾ കാണിക്കുന്നതും വിളിച്ചു പറയുന്നതുമായിട്ടുള്ള അപരാധി മക്കളെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ എൻ്റെ എത്തിക്സ് എന്നെ സമ്മതിക്കത്തില്ല. ഇനി ഈ കടയാടി മോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റ്സിൽ കുറച്ച് കമന്റ്സ് ഞാനൊന്ന് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു ഒരുപാട് പേര് ഇപ്പൊ പോയിട്ട് എന്നെ തെറി വിളിക്കും, കിട്ടിയ അവസരം ഒരു കടയാടി മോൾ ഒന്ന് പോസ്റ്റ് ഇടുന്നു, ഇനിയിപ്പോൾ എന്നെ എല്ലാവരും കൂടി പൂരെ തെറി വിളിക്കാനായിട്ട് അതിൻ്റെ അടിയിൽ പോകുന്നു. പക്ഷെ എനിക്ക് തെറ്റി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു അവിടെ ഒരു 90% എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെഗറ്റീവ് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. എന്നെ ചത്തോളൂ എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് വരെ ഉണ്ട്. അതിനൊക്കെ പോയിട്ട് ഈ കടയാടി മോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും വിഷയമില്ല. പക്ഷേ ഭൂരിപക്ഷം കമന്റ് എടുത്ത് നോക്കിയ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ ഇത്ര സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. അതുൽ, യു ആർ സൂപ്പർ, ഇഗ്നോർ ബാഡ് കമന്റ്സ്. അതുപോലെ അതായത് ഇതുപോലുള്ള കടയാടി മക്കൾ വന്ന് പറയുന്ന ബാഡ് കമന്റ്സിനെ ഇഗ്നോർ ചെയ്ത് വിടുക എന്നാണ് ഒരു കമന്റ്. ഓക്കെ, അത് അലിയാമ കുരുവിള. ഓക്കെ, അടുത്ത കമന്റ് കൊടുക്കാം. ഓക്കെ, പുള്ളി സത്യം തുറന്ന് പറയുമ്പോൾ ചിലർക്ക് പൊള്ളും. അങ്ങനെ പൊള്ളുന്നതാണ് ഈ കാട്ടപരാധി മക്കൾക്ക്. അതായത് ഞാൻ സത്യമായിട്ട് ഇങ്ങനെ തുറന്ന് വെട്ടി വലിച്ച് കീറി ഒട്ടിച്ച് പൊളന്ന് വെച്ച് പറയുമ്പോൾ പൊള്ളേണ്ട ടീംസിന് നല്ലോണം പൊള്ളുന്നുണ്ട്, സ്വാഭാവികം മാത്രം. അതുലിനെ പോലെ ഉള്ളവർ വേണം, അതുൽ സപ്പോർട്ട്. അതായത് എന്നെ പോലെ ഉള്ളവരും സോഷ്യൽ മീഡിയയിൽ വേണം. അതായത് നമ്മളെ പോലെ ഉള്ളവരില്ലെങ്കിൽ ഇവളുമാരെ പോലെ ഉള്ളവളുമാർ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ വെറും അപരാധിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റും. ഇതിനൊക്കെ താറടിച്ച് തൊലച്ച് നാറാണത്താക്കും. അതുകൊണ്ട് നമ്മളെ പോലുള്ളവർ ഇതൊക്കെ എടുത്ത് പ്രതികരിക്കുമ്പോഴാണ് ഇതുപോലുള്ള കടയാടി മക്കൾക്ക് ഒരു അടിയും ഇടിയും കിട്ടുന്നത്. ഇന്ന് രേണുസുതി എന്ന് പറയുന്നവൾ ഇത്രയും ഇങ്ങനെ കിടന്ന് കൊണകൊണാണെന്ന് അടിക്കുമ്പോഴും നമ്മളെ പോലുള്ളവരെ എടുത്ത് വെച്ച് പ്രതികരിച്ച് വലിച്ചു കീറി ഒട്ടിച്ച് നാറാണത്താക്കി വയ്ക്കുന്നതുകൊണ്ടാണ് ഇവളുമാർ ഇന്ന് ഇടിഞ്ഞ് തറപ്പറ്റി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവളുമാരെ പോലുള്ളവർ ഈ സോഷ്യൽ മീഡിയ തൊലച്ചാണ്. നാളെ അത് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട രീതിയിൽ ഫെയിം നേടാൻ വേണ്ടിയിട്ട് നാളെ നമ്മുടെ വീട്ടിലുള്ള മക്കളും ഇതുപോലെയൊക്കെ ഇറങ്ങി തിരിച്ചേക്കാം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വൃത്തികെട്ടവളുമാർ വന്നിട്ട് എന്തെങ്കിലും കൊണ അടിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ വേണം. ഇനി അതുൽ സൂപ്പർ, താങ്ക് യു സോ മച്ച് സന്തോഷ് ചന്ദ്രൻ ബ്രോ. അതുൽ ഈസ് വെരി ബോൾഡ് ആൻഡ് യങ് മാൻ, ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ബിന്ദു, ശ്രീകുമാർ ബിന്ദു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് ഹാപ്പി ഉണ്ട് കേട്ടോ, ഒരുപാട് ഹാപ്പി ഉണ്ട്. കുറച്ച് ഏജ്ഡായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് അറിയാം നമ്മളുടെ ജെന്യൂനിറ്റിയും നമ്മൾ പറയുന്ന വാക്കിലെ കഴമ്പും കാര്യങ്ങളൊക്കെ. ഇവൻ ഉള്ളത് പറയുന്നുണ്ട്, ആർക്കും പിടിക്കുന്നില്ല. അതാണ് സത്യമല്ലേ? ഞാൻ ഉള്ള കാര്യങ്ങൾ അതുപോലെ വെട്ടി തുറന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാട്ടപരാധി മക്കൾക്ക് പിടിക്കത്തില്ല. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇനി ഇയാളെ പോലുള്ളവർ ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള അർവാണിച്ചികൾ കൂത്താട്ടത്തിന് തടയിടാൻ ആരും ഉണ്ടാവില്ല. സത്യമല്ലേ ജലജ ഹരിദാസ്? ഇവർ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മളെ പോലെയുള്ളവർ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ളവളുമാര് വന്നിട്ട് അപരാധങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടന്ന് കാണിക്കുമ്പോൾ നമ്മൾ വലിച്ചുകീറി ഒട്ടിച്ച് നാറാണത്താക്കി വിടുന്നത് കൊണ്ടല്ലേ ഇതുപോലുള്ളവർക്ക് പൊങ്ങി വരാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇവളുമാര് വരിക്കുമായിരുന്നു അവരാധിച്ച് ഒരു അപരാധ മീഡിയ ആക്കി ഈ സോഷ്യൽ മീഡിയ മാറ്റിയാണ്. ഇനി സത്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു ബോൾഡ് മാൻ അതുൽ ബ്രോ, ധൈര്യമായും മുന്നോട്ട് പൊയ്ക്കോളും. സന്തോഷം. കണ്ട, നമ്മള് പറയുന്ന വാക്കുകളിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. നാളെ ചിലപ്പോൾ ഞാൻ ഒരു നാറിയാണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു ചാടി അത് വിശ്വസിക്കാണ്ട് ഞാൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ എൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. കാരണം
എന്നെ തകർക്കാൻ വേണ്ടിയിട്ടും എൻ്റെ കരിയർ ഫ്ലോപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചവിട്ടി എല്ലാത്തിനെയും അടിച്ച് ഇട്ടുകൊണ്ട് മുന്നോട്ട് കയറി വരുന്നത് കൊണ്ട് എന്നെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അറിയുന്നുണ്ട് പല സർക്കിളിൽ നിന്നും. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് എന്തെങ്കിലും ആരോപണങ്ങളോ കാര്യങ്ങളോ എന്നെക്കുറിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് എൻ്റെ റിപ്ലൈ കേൾക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ എന്നെക്കുറിച്ച് ഒരു ആരോപണം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഉള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയും അത് ഉള്ളതാണെന്ന്. ഇല്ലാത്തതാണെങ്കിൽ ഞാൻ ഇല്ലാത്തതാണെന്ന് പറയും. അതിൻ്റെ തെളിവ് സഹിതം ഞാൻ കാണിച്ചും തരും. പക്ഷെ ഉള്ളതാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ലോകം കണ്ട നന്മമരമൊന്നുമല്ല. പക്ഷെ തന്തയിലായ്മ ഞാൻ കാണിക്കത്തില്ല. ഇനി അടുത്ത് രേണുവിൻ്റെ ഒരു വീഡിയോ കൊടുക്കാം. അതിന് മുന്നേ ഇവക്കുള്ളത് തികഞ്ഞു കാണുമല്ലോ. ഇവക്ക് ഇത്രയും കൊടുത്താൽ മതിയോ പ്രേക്ഷകരെ? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇവക്ക് ഇത്രയും കൊടുത്താൽ മതിയോ? നിങ്ങൾ പറ. ഇവക്ക് ഈ കൊടുത്തത് മതിയായെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ചുകൂടി കൊടുക്കണമായിരുന്നു. എങ്കിലും ഇത്രയും കൊണ്ട് ഇപ്പോൾ അവളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അനിയിപ്പോൾ അടുത്ത് വരും. അടുത്ത പോസ്റ്റും അവളെ അച്ഛൻ്റെ അച്ചാറെന്ന് പറഞ്ഞുകൊണ്ട് വരും. എന്തായാലും രണസുനയുടെ ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. ചേച്ചിയുടെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് സാധനങ്ങൾ? പറയട്ടായി എന്റെ സാധനങ്ങൾ എന്തൊക്കെയാ അവിടെ ഇരിക്കുന്നത്? നിന്റെ സാധനങ്ങൾ എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് നിനക്കറിയത്തില്ല. 8000 അടുത്ത് ചോദിക്കണേ. പറ, എന്ത് സാധനമാ എന്റെ അവിടെ ഇരിക്കുന്നത്? പറഞ്ഞ് കൊടുക്ക, അങ്ങോട്ട് കൊടുക്ക കുമാരേട്ടോ. ചോദിക്കുന്നവനും കൊള്ളാം, മുത്തമിഴം പറയുന്നവനും കൊള്ളാം, ഇപ്പുറത്ത് ഇരിക്കുന്നവളും കൊള്ളാം. എല്ലാം സ്പഷ്ട. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഷൂട്ടിന് വന്നപ്പോ കൊറേ ലഗേജ് ആയിട്ട് വന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വരുമ്പോ കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഡ്രസ്സ് അത്രയ്ക്ക് അങ്ങോട്ട് വെച്ചേക്കുന്നത്? എന്തോന്നടേ ഇത്? സത്യം ജനങ്ങൾ പറ. ഇവള് ഈ പറയുന്നതിന് അല്ലെങ്കിൽ ഇത്തരം വീഡിയോസിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു? ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി കൂത്താട്ടത്തിനുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോ ഒക്കെ അറിയാനും അതിന് കോമഡി കാര്യങ്ങളൊക്കെ അറിയാനും പല എന്റർടൈൻമെന്റ് പർപ്പസിനും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇമാതിരി കോപ്പിലെ കുണച്ച വീഡിയോകൾ കൊണ്ടിട്ട് ഷെയർ ചെയ്ത് തൊലയ്ക്കാനുള്ളതാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. ഇതുപോലെ ഉള്ളവളുമാർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ നശിപ്പിച്ച് നാറാണത്താക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. നല്ല സങ്കടത്തോടെ ഞാൻ സംസാരിക്കുന്നത്. ഇവരൊക്കെ എന്താ കാണിക്കുന്നത്? എന്ത് മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? കുറെ അപരാധങ്ങളും കുറെ പേക്കൂത്തുകളും കുറെ അഴിഞ്ഞാട്ടങ്ങൾ അല്ലാണ്ട് എന്ത് മെസ്സേജാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇതുപോലെ ഉള്ളവളുമാരും കാണിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ സത്യമായിട്ട് തുറന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ വലിച്ചീരെ ഇങ്ങോട്ട് ഒട്ടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്നു. സത്യം പറഞ്ഞാൽ എതിരെ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ആ ഓപ്പോസിറ്റ് ഒരാൾ നമുക്കെതിരെ ഒരു പോസ്റ്റുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ധൈര്യമാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എപ്പോഴും പോരാടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒറ്റയ്ക്ക് നിന്ന് ഇപ്പോൾ എത്ര കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ എനിക്കെതിരെ അടിച്ചാലും ഒറ്റയ്ക്ക് നിന്ന് അത് നേരിടാനും ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ നിലപാടുകൾ എൻ്റെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇന്ന് ഈ കടയാടി മോൾ എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കാൻ ഒരുപാട് പേര്, അത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. ദൈവമേ, എനിക്കും കൂടെ നിൽക്കാൻ ആൾക്കാരോ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഗൂസ് ബംപ് ഫീലാണ് തോന്നിയത് ആ കമന്റ് ബോക്സ് കണ്ട സമയത്ത്. ഇതുപോലത്തെ കാട്ടപരാധികൾ വന്നിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാറിയാണ് ചെറ്റയാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കാനുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരല്ല ഇവിടുത്തെ പ്രേക്ഷകരെന്ന് ഞാൻ ഈ ഒരു സമയത്താണ് വിലയിരുത്തുന്നത്. ഇത്രയും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. സീരിയസ്ലി. വേറൊരു വീഡിയോ കൊടുക്കാം. അയ്യോ, എന്തോന്നടേ ഇതൊക്കെ? എന്തോന്നാണിത്? അയ്യോ, കുറെ കടിയന്മാരും കടിച്ചുകള്, അല്ലാണ്ട് എന്നാ പറയാന്? എന്നിട്ട് ഇത്തരം വീഡിയോസ് എടുക്കുന്നതിന് പേര് ആൽബം ഷൂട്ടിംഗ്, ഷോർട്ട് ഫിലിം ഷൂട്ടിംഗ്. അപരാധമാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. എന്നിട്ട് പേര് ആൽബം, ഷോർട്ട് ഫിലിം. നാണോ മാനോ ഇല്ലേ ഇതിനൊന്നും? നീയൊക്കെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോ, വല്ല പോൺ സൈറ്റുകളിലോ വല്ല കിസ്മയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ തുടങ്ങിയിട്ട് അങ്ങനെ എങ്ങാണ്ട് പോകും. എന്തിനാണ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇത്തരം പ്ലാറ്റ്ഫോം നശിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് എടുത്തിടുന്നത്? സത്യം തൊലഞ്ഞ് നാറിയ ടീമായി പോയല്ലോ. എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ട് എന്റെ സുധീട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എടാ കിച്ചു, നിന്റെ അമ്മയെന്നാണ് നാട്ടിലിപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, നിന്റെ സ്വന്തം അമ്മയല്ല എങ്കിലും ഇവള് കാണിച്ചു കൂട്ടുന്നതിന്റെ ഒക്കെ ചീത്ത പേര് നിനക്കും ഷെയർ കിട്ടും. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിക്കും. ആൽബവും ഷോർട്ട് ഫിലിമും ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി അപരാധം അഭിനയിച്ചുകൊണ്ട് നടക്കുമ്പോൾ നാളെ ആ ഋതപ്പൻ എന്ന് പറഞ്ഞ കൊച്ചു പയ്യനും നിനക്കും തന്നെയാണ് അതിന്റെ നാണക്കേട്.
ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് സ്വന്തം അമ്മ ഇങ്ങനെയുള്ളവളാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് അഭിനയിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ആ കൊച്ചു റിയലൈസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു തള്ള വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അതുപോലെ കിച്ചു ഒന്ന് പറ്റുവാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ നീ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾ തമ്മിലുള്ള അടിയും വഴക്കൊക്കെ എനിക്ക് നേരത്തെ അറിയാം. പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കിച്ചു വരും, ഓ ഞാൻ കിച്ചുവിനെ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട്. എടാ, ഉപദേശം തന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബോധവും നീയും കാണിക്കണം. അന്ന് ഞാൻ ഇതുപോലെ ഒരു ഉപദേശം തന്നപ്പോൾ നീ എനിക്കെതിരെ വീഡിയോ ഇട്ടു, അവസാനം നാട്ടുകാർ മൊത്തം നിന്നെ തെറി വിളിച്ച്, പിന്നെ അതിനുശേഷം നിന്നെ ഒരു വീഡിയോയിലും കണ്ടില്ല, ലൈവിലും കണ്ടില്ല. അത് നീ നിനക്ക് സ്വയം കുഴിച്ച കുഴി. ഓക്കെ, വേറൊരു വീഡിയോ കൊടുക്കാം. ഓക്കെ, ഇവള് അഭിനയിക്കുന്ന സമയത്ത് മാത്രമാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. ഏത്? ഓ, അത് ആൽബത്തിന് വേണ്ടിയിട്ട്, ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടല്ല കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ വയ്ക്കുന്ന, പണ്ടുന്ന എന്നുള്ള രീതിയിലുള്ള അഭിനയം എന്ന് പറയുന്നത്. എന്നാൽ ഇത് പറ, ഇത് എവിടെയാണ് ഇവൾ അഭിനയിക്കുന്നത്? ചുമ്മാ നിൽക്കുന്നു. ഇതൊക്കെ എന്തുവാടേ? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് വീഡിയോ ഇടുന്നു, നെഗറ്റീവ് റീച്ച്, നാട്ടുകാരുടെ തള്ളക്കുള്ള റീച്ച്. ഇതൊക്കെയാണ് ഇവളുടെ ആവശ്യം. നാണോ മാനമില്ലാത്ത വർഗങ്ങൾ. അല്ലാണ്ട് എന്താ പറയാൻ? കഷ്ടം. കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഓ, പുള്ളിക്കാര് പിടിച്ചങ്ങോട്ട് ഞെക്കി നിൽക്കുകയാണ്. ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുക, കണ്ടന്റ് ഉണ്ടാക്കുക, എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ട്. അവസാനം പേര് പറയുന്നത് നാണവും മാനമില്ലാത്ത വർഗങ്ങൾ. ഇങ്ങനെയും മനുഷ്യർ ഉളുപ്പില്ലാണ്ട് ജീവിക്കുന്ന കുറെ ടീംസ്. ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല 100%. പക്ഷെ ക്വാളിറ്റിയോടെ ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും ചെയ്യുക, എന്തും വഴിയും സ്വീകരിക്കുക, എന്നിട്ട് അപരാധിക്കുക, അത് നാട്ടുകാരെ കാണിക്കുക. ഉളുപ്പ് തോന്നുന്നില്ലേ? സ്വയമേ ഒരു ഉളുപ്പ് ഇങ്ങനെ തോന്നുന്നില്ലേ? ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കാൻ ഇവിടെ കോടതിയില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയസ്ലി ചില സമയം എനിക്ക് അങ്ങനെ തോന്നിപ്പോകും. കാരണം ഇത്തരം അപരാധങ്ങൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന സമയത്ത് കുട്ടികളടക്കം കാണുന്നുണ്ട്. നമ്മളെ പോലെയുള്ളവർ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള അപരാധങ്ങൾ ഒരു പരിധി വരെ ഇവിടെ ചവിട്ടി നിൽക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സത്യം. അല്ലെങ്കിൽ നമ്മളെ പോലെ ആരും പ്രതികരിക്കാനോ ഒന്നിനുമില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, ഇതൊക്കെ ഏതറ്റം വരെ പോകുന്നു, ഏത് ലെവലിൽ ഇതൊക്കെ കത്തിക്ക് വരുന്നത് ആലോചിക്കും. ഞാൻ പറയാതെ തന്നെ. ഇനി മറ്റേ ദാസപ്പന്റെ ഒരു വീഡിയോ കൊടുക്കാം. നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടി റോഡിന് നടുവ് കിടന്ന് ഡാൻസ് കളിക്കുക. അല്ല, നിർത്ത്. നിന്നെ ഇൻഫ്ലുവൻസർ എന്ന് ആരാടാ പറഞ്ഞത്? നീ എവിടത്തെ ഇൻഫ്ലുവൻസർ? നീ ഒരു കോണാത്തിലെ ഇൻഫ്ലുവൻസറും അല്ല. ഇൻഫ്ലുവൻസർ, നമ്മൾ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയുമ്പോൾ നീ എവിടത്തെ ഇൻഫ്ലുവൻസർ? നീ ഒരു തേങ്ങയുമല്ല കേട്ടോ ദാസപ്പ അവിടെ അടങ്ങി. അവൻ ഇൻഫ്ലുവൻസർ പോലും ഒന്ന്. നീ എന്ത് ഇൻഫ്ലുവൻസ് ആണ് നീ സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നത്? അപരാധിച്ച് നടക്കുക, കുറെ അപരാധം റീലുകൾ, കുറെ അപരാധം വീഡിയോസ്. നിന്റെയൊക്കെ പേരാണോടാ ഇൻഫ്ലുവൻസർ? നീയൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഇൻഫ്ലുവൻസർ ആയത്? കേട്ട് കിഴങ്ങേ. അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുക, അതൊരു ഇൻഫ്ലുവൻസിങ് ആണ്. ഞാൻ അതിനോട് എന്ത് ഇൻഫ്ലുവൻസിങ് ആണ് നീ കൊടുക്കുന്നത്? എനിക്ക് അതൊന്ന് പറഞ്ഞ. സൊസൈറ്റിയിൽ ഇതുപോലെ അപരാധിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ അപരാധ വീഡിയോകൾ എടുക്കണം, ഇതാണോ നീ കൊടുക്കുന്ന ഇൻഫ്ലുവൻസിങ്? എടാ, ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയാമോ? അതിന്റെ അർത്ഥം നിനക്ക് അറിഞ്ഞിട്ട് തന്നെ നീ സംസാരിക്കുന്നത്? കേട്ട് കിഴങ്ങേ. ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ, ഇപ്പൊ യൂട്യൂബേഴ്സ് അവരെന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് ഉണ്ടാക്കുന്നു. അതായിരിക്കും നീ ഉണ്ടാക്കാൻ പോകുന്നത്. എടാ, മറ്റുള്ളവരുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെയൊക്കെ പോലുള്ള അപരാധിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പല തന്തയില്ലായ്മകളെയും വൃത്തികെട്ട പരിപാടികളെ എടുത്ത് റിയാക്ട് ചെയ്ത് വലിച്ചു കീറി ഒട്ടിക്കുന്നു. അതെന്തുകൊണ്ടാ? ഇനി ഇതുപോലത്തെ അപരാധി മക്കൾ ഉത്ഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലുള്ളവരില്ലെങ്കിൽ നിന്നെയൊക്കെ പോലുള്ളത് ഇവിടെ അപരാധിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കും. അതാദ്യം മനസ്സിലാക്കി. നിന്റെയൊക്കെ കോണാത്തിലെ വീഡിയോ ചെയ്ത് വെച്ചിട്ട് നമുക്കാണ് ഇപ്പൊ കുഴപ്പം. ഇതൊക്കെ എടാ, നീ ഒരു നല്ല വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ നല്ലത് പറഞ്ഞാനെ. പക്ഷെ നീ ജീവിതത്തിൽ നല്ല വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നല്ല വീഡിയോ നീ ചെയ്തിട്ടില്ല, നീ ചെയ്യത്തുമില്ല. കാരണം നിന്റെയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപരാധം. അതാണ് നിന്റെയൊക്കെ സ്പെഷ്യാലിറ്റി. നിന്റെയൊക്കെ ഭാര്യയൊക്കെ എങ്ങനെയാണോ നിന്റെയൊക്കെ അടുത്ത് ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളവന്റെയൊക്കെ കൂടെ ഒരു പെണ്ണ് പൊറുക്കണത്? ഒരു മരത്തിന്റെ ചുറ്റും ഇങ്ങനെ പടർന്ന് ഇങ്ങനെ തുളക്കേറും ഒരു ഡിപ്പെൻഡന്റ് ആണോ? ഒരാള് ചെയ്ത സാധനത്തിന്റെ മുകളിൽ യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കും. എന്ത് കാര്യം? നിന്റെ മറ്റേടത്തെ കാര്യം. എടാ നാറി, നീ ചെയ്ത നല്ല ഏതെങ്കിലും കാര്യം എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ റീച്ച് ഉണ്ടാക്കിയത്. നിന്നെയൊക്കെ പോലുള്ള അപരാധികൾ കാണിക്കുന്ന അപരാധങ്ങൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ റീച്ച് ഉണ്ടാക്കിയത്. റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ് വീഡിയോ എന്ന് അല്ലേ? ആണ്. പക്ഷേ നീയൊക്കെ എന്താ ചെയ്യുന്നത്? റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾ, അഴിഞ്ഞാട്ടങ്ങൾ, പോക്കൃത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളെ വിമർശിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇത്തരം അപരാധങ്ങൾ ചെയ്യരുത്, ചെയ്താൽ വലിച്ചു കീറി ഒട്ടിക്ക തന്നെ ചെയ്യും.
അതുകൊണ്ട് നിന്നെക്കാളും എന്തുകൊണ്ടും ബെറ്റർ നമ്മൾ തന്നെയാണ്. അല്ലെന്ന് ജനങ്ങൾ പറയട്ടെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്? എന്തുകൊണ്ട്? നിന്നെയൊക്കെ പോലെയുള്ള അപരാധികൾ കാണിക്കുന്ന അപരാധങ്ങളെ വലിച്ചു കയറി സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. അതാദ്യം നിന്നെ പോലെയുള്ള കിഴങ്ങന്മാര് മനസ്സിലാക്കി. ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഓൾറെഡി നല്ല റീച്ചുള്ള ഓ പിന്നെ നിന്റെ അംഗീകാരം കിട്ടിയിട്ട് വേണം നമുക്ക് അരി വാങ്ങാൻ. എനിക്ക് പോരാ വീഡിയോസിന്റെ താഴെ വെറുതെ വന്ന് എക്സ്പ്രഷൻ ഇട്ട് ചെയ്യുന്നത്. നോ അതല്ല ഞാൻ പറഞ്ഞത്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വീഡിയോ ഒരാൾ ഇടുന്നു, ഈ യൂട്യൂബർ എന്തിനാ കാത്തിക്കുന്നത്? അയാൾ സ്വന്തമായി വീഡിയോ ഇടുന്നില്ല, മറ്റുള്ളവരിടുന്നു, അതിന്റെ മുകളിൽ കയറി പിടിച്ച് നെഗറ്റീവ് കയറാൻ വേണ്ടിട്ട് അയാൾ ഇത്തിക്കണ്ണി എന്ന് പറയും. വോട്ടണിയിൽ പേരുണ്ട് അതിന്റെ പരാമർശം പറയും. അതായത് ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. സ്വന്തമായി കണ്ടന്റ് കണ്ടുപിടിക്കും. സ്വന്തമായിട്ട് നീ എന്നാ കണ്ടന്റാണോ ഉണ്ടാക്കുന്നത്? നീ കണ്ടുപിടിച്ച് ഉണ്ടാക്കുന്ന എന്നാ കണ്ടന്റാ? ഒരുത്തി എടുത്തിട്ട് 3-4 എടുത്തിട്ട് ഉരുട്ടി കളിച്ച് ബാറിൽ കിടന്ന് അഴിഞ്ഞാടി, അതുപോലെ കളിചാപ്പി കിടന്ന് അഴിഞ്ഞാടി, ഇതൊക്കെയാണ് നിന്റെയൊക്കെ സ്വന്തം കണ്ടന്റുകൾ. ഇതെല്ലാം ഒരു കണ്ടന്റാടാ മോനെ, പുന്നാര മോനെ. സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇട്ട് റീച്ചിട്ടാ അംഗീകരിക്കുന്നത്. വേറെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവൻ അങ്ങനെ ചെയ്യുമ്പോ ശരിയല്ലല്ലോ, അതിന്റെ മോളോ വീഡിയോ അത് കയറി റീച്ച്. അതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ദാസേട്ടൻ പറഞ്ഞു, ഓൾറെഡി കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മുടെ ഷിംജിത ദീപകേട്ടന്റെ ഇഷ്യൂവിന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷേ കൂടുതലും ആ ഒരു ഇഷ്യൂ നടന്നപ്പം കുറെ ആൾക്കാർ അതിനെ എഗെയിൻസ്റ്റ് പറഞ്ഞു. അത് പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇതേ രീതിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇടുന്നത് വേറെ കുറവാണ്. ഞാൻ പറയാം, അവനൊന്നും അങ്ങനെ പ്രതികരിക്കത്തേ ഇല്ല. അതായത് എന്തെങ്കിലും ഒരു റീച്ചബിൾ കണ്ടന്റ് വന്നാൽ മാത്രം പ്രതികരിക്കും. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് കൈ കിട്ടുന്ന എല്ലാ കണ്ടന്റും ചെയ്യും. സമൂഹത്തിൽ നമുക്ക് പറയണം തോന്നുന്ന എല്ലാ മെസ്സേജുകളും നമ്മൾ പറയും, കൊടുക്കുകയും ചെയ്യും. നമുക്ക് ഏണിങ്സ് കിട്ടുന്നില്ല എന്നൊന്നും പറയില്ല. പൈസയ്ക്കും റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ എത്തിക്സ് കാണിക്കും. അല്ലാതെ ഇവനെയൊക്കെ പോലെ തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടല്ല വീഡിയോ ഇടുന്നത്. മനസ്സിലായ? അതായത് ഈ വീഡിയോ ഞാൻ ഇട്ടത് വളരെ ലേറ്റ് ആയിട്ട് ഇട്ടത്. അത് കണ്ടന്റ് ആയിട്ട് ഇടാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ വോയിസ് വന്നിട്ട് അങ്ങനെ പെൺകുട്ടികളുടെ വീഡിയോസിൽ അതുപോലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കുന്നില്ല എന്നൊന്നും പറയണ്ട. ഓരോ അല്ല, ഇവൻ കോപ്പ് പ്രതികരിക്കുന്നുണ്ട്. ഇവനൊക്കെ എന്തെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോപ്പ് പ്രതികരിക്കും. ഒരു കോപ്പും പ്രതികരിക്കത്തില്ല. ചുമ്മാ വന്നിരുന്ന വല്ല അപരാധ റീലും ചെയ്തുകൊണ്ടിടും. അല്ലാതെ ഇവന്റെയൊക്കെ പ്രതികരണം ഏതെങ്കിലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുള്ള ഒരു ക്വാളിറ്റിയും ഇവന്റെ ഒന്നും കരിയറിൽ ഇവനൊന്നും ചെയ്തു വെച്ചിട്ടില്ല. ഒരു ക്വാളിറ്റിയുള്ള കാര്യം ഇവനൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഇവനെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുമില്ല. ഇവന്റെ എതിരാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാവാൻ പാടില്ല, പ്രതികൂലമാവാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലെങ്കിൽ എനിക്ക് എന്തും പ്രതികരിക്കാം. ഓ പിന്നെ അല്ല പോലെ തന്നെ. ഞാൻ ബേസിക്കലി ഒരു പ്രതികരണം മാത്രം നടത്തുന്ന ആളല്ല. ബേസിക്കലി നീ പ്രതികരണം നടത്തുന്ന മാത്രം ആളല്ല. എടാ, നിന്നെയൊക്കെ പോലെയുള്ള അപരാധികൾ കാണിക്കുന്ന കാര്യങ്ങളെ എടുത്തു വെച്ച് പ്രതികരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പേരാണ് റിയാക്ഷൻ വീഡിയോ. അപ്പൊ നീ പ്രതികരിച്ച ആഹാ, നമ്മൾ പ്രതികരിച്ച ഓഹ അല്ലേ, ആടിച്ച് അണ്ണാക്കി തരും അപരാധി മോനെ. കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്, സിനിമകൾ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ എനിക്കിപ്പോ കിട്ടും കണ്ടന്റ് ചെയ്ത ഒരാളുടെ പ്രൊഫൈലിൽ ഞാൻ കണ്ട ഒരു പ്രതികരണ വീഡിയോ ഇതായിരുന്നു. പ്രതികരണ കണ്ടന്റ് ആണത്. ഞാൻ ഓൺ വോയിസ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞല്ല, പ്രതികരണമായിട്ടുള്ള കണ്ടന്റ് ആണ്. മഹാബലിയുടെ ചെയ്തല്ലേ പറയുന്നത്, അതല്ലേ? അയ്യാ, ഇവന്റെ പ്രതികരണം കൊണച്ച പ്രതികരണം. ദയവ് ചെയ്തിട്ട് ഇതുപോലത്തെ നാറികളെ അടുപ്പിക്കരുത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 മെസ്സേജ് ഞാനൊന്ന് കാണിക്കാം. അതായത് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ നല്ല കമന്റ് ഉണ്ട്. അങ്ങനെ ബ്രോയെ വെച്ച് റീച്ച് ഉണ്ടാക്കേണ്ട സ്വന്തമായ നിലപാടില്ലാത്തവരാണ് മറ്റൊരാളെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതെ, ഇപ്പൊ ഞാൻ എന്റെ കണ്ടന്റ് എടുത്തുകൊണ്ട് ആരെയും ചെയ്തെന്ന് വെച്ച് എന്നെ വിമർശിച്ചെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളല്ല. പക്ഷെ ഈ വിമർശിച്ച ആളുടെ ക്വാളിറ്റി എന്തെന്നാണ് ഞാൻ നോക്കുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി നിനക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്? ഡാഡി ഫുണ്ടേ ഞാൻ റിപ്ലൈ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ബ്രോ. എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് എല്ലാ വീഡിയോ ഇഷ്ടമാണ്. കുറച്ച് വീഡിയോയ്ക്ക് മാത്രം കമന്റ് ചെയ്യാൻ സാധിക്കൂ. അതാണ് എല്ലാ വീഡിയോ ലൈക്ക് അടിച്ചു പോകുന്നത് പതിവ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്, പ്രത്യേകിച്ച് രേണുസുതി വീഡിയോ. ഇതൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ, കേട്ടല്ലോ. ഇനി മറ്റുള്ള പോസ്റ്റ് അയച്ചു തന്നിട്ട് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ എടുത്തില്ല. എന്നിട്ട് അതിലൊന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ഇവൻ എന്തെങ്കിലും റിപ്ലൈ കൊടുത്തായോ, അതായത് ഇവക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കണോന്ന് ചോദിച്ച് നല്ല രീതിക്ക് കൊടുത്തേര് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ നിങ്ങളൊന്ന് ചിന്തിക്കുക. വേറൊന്നും വേണ്ട, ഈ പുണ്ടാമോളിട്ട പോസ്റ്റിന്റെ താഴത്തെ കമന്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ആളുകൾ എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ സീരിയസ്ലി വിചാരിച്ചിട്ടില്ല ജനങ്ങൾ എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുമെന്ന്. ഞാൻ തന്നെ കിളി പറഞ്ഞു,
എന്താണ് എന്ത് പറ്റി ഇങ്ങനെ അല്ലല്ലോ അല്ലെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം ആൾക്കാർക്കറിയാം, സത്യാവസ്ഥ അറിയാം, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആൾക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. വളരെ സന്തോഷമുണ്ടായിട്ടോ, സീരിയസ്ലി. ഞാൻ ഗൂസ് നിമിഷമായിരുന്നു കമന്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ. കുറെ അപരാധികൾ എന്നെ എതിർക്കുന്നുണ്ട്, അതെനിക്ക് വിഷയമല്ല. എന്നെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് ഞാൻ വിട്ടത്, ഇഗ്നോർ ചെയ്തിട്ട് എന്ത് കുത്തോ നടത്തിയിട്ട് വിട്ട്. പക്ഷെ എന്നെ പറ്റി പറഞ്ഞപ്പോൾ എന്നോട് സംസാരിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് വിഷമമായിട്ടുണ്ട്. അവർ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തിപ്പോയി. അത് വേറൊരു സത്യം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഇതെടുത്ത് വെച്ചിട്ടും ആ അവരാദ്യം മോള് വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കും. നീ ഉണ്ടാക്കടേ, നീ എന്നാ ഉണ്ടാക്കിയാലും ഞാനൊരു ഉണ്ടാക്കൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കും. ആ ഉണ്ടാക്കത്തിൽ മിക്കവാറും നീ മുട്ടു കുത്തും. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.